ദക്ഷിണ ഗാസയിലെ റാഫയിലുള്ള ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള തുരങ്കങ്ങളിൽ 200ഓളം ഹമാസ് ഭീകരർ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവർ ആയുധം വെച്ച് കീഴടങ്ങില്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇവരെ മോചിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ടില്ലെങ്കിൽ ഗാസയിൽ നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. റാഫ പ്രദേശത്തെ തുരങ്കങ്ങളിൽ കുടുങ്ങിയ ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖ്വാസം ബ്രിഗേഡിലെ ഏകദേശം 200 തീവ്രവാദികൾ കീഴടങ്ങാൻ തയ്യാറല്ലെന്ന് നിലപാട് അറിയിച്ചു. കീഴടങ്ങുന്ന പതിവ് തങ്ങൾക്കില്ലെന്നാണ് ഹമാസ് നേതാക്കൾ മധ്യസ്ഥരെ അറിയിച്ചിരിക്കുന്നത്. തുരങ്കത്തിൽ കുടുങ്ങിയ ഭീകരരെ മോചിപ്പിക്കുന്നതിൽ മധ്യസ്ഥർ ഇടപെട്ടില്ലെങ്കിൽ നിലവിൽ ഗാസയിൽ നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാർ തകരുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ആയുധം താഴെ വെച്ച് കീഴടങ്ങുകയും തുരങ്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുകയും ചെയ്താൽ ഭീകരരെ വെറുതെ പോകാൻ അനുവദിക്കാമെന്ന് മധ്യസ്ഥ വഹിക്കുന്ന ഈജിപ്ത് നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശമാണ് ഹമാസ് തള്ളിയത്. ഹമാസിനെ നിരായുധീകരിക്കുന്നതിനുള്ള ആദ്യപടിയായി റാഫ തുരങ്കങ്ങളിലെ ഭീകരർ കീഴടങ്ങണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. 2014 ഗാസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രയേലി സൈനികൻ ഹദാർ ഗോൾഡിന്റെ മൃതദേഹം കൈമാറാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചു. ഈ മൃതദേഹം റാഫ തുരങ്കത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇസ്രയേലി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പാലസ്തീനികളുടെ എണ്ണം 69,169 ഉയർന്നതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വെടിനിർത്തലിന് ശേഷം നടത്തിയ തിരച്ചിലിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് മരണസംഖ്യ വർദ്ധിച്ചത്.